ഇത്ര ആയ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഓജി സുനിൽ എന്ന് പറഞ്ഞ ഒരു ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ്. കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കും. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കണം. ഒരു ഹൗസ് ബോട്ടിൽ പാർട്ടി നടത്തി, അവിടെ പിടിച്ചു, ഇവന്റെ മാനേജറെ പിടിച്ചു. ഇതായിട്ട് ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവന്റെ പങ്കെണ്ടെന്ന് തെളിഞ്ഞി. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. മീറ്റ് രഞ്ജിനി ഹരിദാസ്, സുനിലോജി. കയ്യിന്ന് പോയടാ ചാർലി. ജോസഫ് വിവാദ ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന സുനിലോജിക്ക് രഞ്ജിനി ഹരിദാസ് നൽകുന്ന പിന്തുണയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇനി ഇവിടുന്നൊരു മിസൈൽ അങ്ങോട്ട്, അവിടുന്നൊരു മിസൈൽ ഇങ്ങോട്ട്. ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ. താൻ ഇങ്ങനെ എമോഷണൽ ആയ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. പണമുള്ള വിദേശത്ത് നിന്ന് അവിടുന്ന് വന്ന ആൾക്കാര് അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കുവേ. റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും. അണ്ട് ഇവർക്ക് കൊടുക്കും. എന്തും ചെയ്യാൻ മടിക്കാത്ത എംബോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി എന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. കൊച്ചിയിൽ ലഹരി ആഘോഷം ഒരുക്കുന്നത് സിനിമാ നിർമ്മാതാവായ വ്യവസായി. ദിശാ പാർട്ടി അന്വേഷണം ഉന്നതൻ. ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാകുന്നത്. പാണ്ടി പാർട്ടി എന്ന ലഹരി പാർട്ടി കണ്ടക്ട് ചെയ്ത മീഡിയാസ് പേര് പറയാത്ത ഒരു വ്യക്തിയാണ് സുനിലോജി. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. അയ്യോ വിവേകേട്ട, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും ഈ കോഴിക്കോട് നിന്ന് അവിടുന്ന് മറ്റൊരു വന്ന പണക്കാരുടെ പൈസ എടുത്ത് ബിസിനസ് ചെയ്യും. ഇവർക്ക് ആവശ്യമുള്ള സാധനം ഡ്രഗും പെണ്ണും കൊടുക്കും. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമല്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാമണ്ണം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും. ഇപ്പോഴും സുനിലോജിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രഞ്ജിനി ഹരിദാസിനെയാണ് അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അവതാരിക. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. പാണ്ടി പാർട്ടി എന്ന പേരിൽ ഇയാൾ മുമ്പ് മൂന്നാറിൽ ലഹരി മരുന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ അവതാരക അടക്കമുള്ളവർ പങ്കെടുത്തു. നമ്മളും ശരിക്കും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞുതരും. കൊത്തി ഇപ്പൊ നെറുകന്തലയിലും കയറി കൊത്തിയില്ലേ പാമ്പാവൻ. കേരളത്തിൽ വശത്ത് മയക്കുമരുന്നിനെതിരെയും അത് ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ പ്രചാരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് സുനിലോജിയെ പോലുള്ള ആളുകൾ തന്റെ തറവാട് വീട്ടിലെ ലഹരി ഉപയോഗം പരസ്യമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ നിയമത്തെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത്. പുല്ലും തിന്നുന്നാണല്ലോ, അങ്ങനല്ലേ?